അങ്ങനെ നീണ്ട നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഒരു ഈ സ്കൂട്ടർ വാങ്ങി. അമ്മയാവേ നോണ്ടിരിക്കുന്നു. ഇവിടെ നോക്കടാന്ന്. അതിൻ്റെ ടൂൾസൊക്കെ ഇവിടെ ഉണ്ടാകത്ത്. അല്ല അവിടെ സാധനം ഇവിടെ എടുത്തിട്ട് പെട്ടി മാറ്റി വെക്കാം. ചാർജറും ഉണ്ട്. എടുക്കുന്നു ടാസ്ക് ആണല്ലോ. ഹാൻഡിൽ തമിഴ് പിടിക്കുവോ? വെയിറ്റ് ഉണ്ടേ. In moment. Yes. ഷയോമിയുടെ മാക്സ് എന്നാ മാക്സ് ആയിരുന്നു? എന്തോ ഒരു മാക്സ് ആണ് മോഡല്. ഏകദേശം നാട്ടിൽ 70,000 രൂപ ആയിട്ടുണ്ട് ഇതിന്. സെറ്റപ്പ് എങ്ങനെയാണെന്നുള്ളതൊക്കെ നോക്കി പഠിക്കണം. ടാസ്ക് ആണല്ലോ. നമുക്ക് ആ ബുക്കിനകത്ത് നോക്കാം എങ്ങനെ പരിപാടിയെന്ന്. അല്ലാതെ പണി അറിയത്തില്ലല്ലോ. സംതിങ് അതെ, ഷയോമി ഇലക്ട്രിക് സ്കൂട്ടർ 5 മാക്സ്, അതാണ് മോഡൽ നമ്പർ. സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് മാത്രമേ ഉള്ളൂ, മാനുവൽ അല്ലല്ലോ. മാനുവൽ അയ്യോ പാളിയല്ലോ. തമ്യാവണം അത് കയറി നിൽക്കാൻ നോക്കുന്നത്. ഓടിക്കാനൊന്നും പറ്റത്തില്ല. അതോടെ നമുക്ക് കയറി നിൽക്കാം. ഇപ്പം തമ്മീത കയറ്റാൻ പറ്റത്തില്ല. അക്കോർഡിംഗ് ടു ദ ജർമ്മൻ റൂൾ 14 വയസ്സ് താഴെയുള്ളവരെ കയറ്റാൻ പറ്റത്തില്ല ഇതിൽ. അമ്മായിക്ക് കയറും. അമ്മായിക്ക് പിന്നെ 15 വയസ്സായിട്ടുള്ളൂ. അമ്മായിക്ക് കയറും. അപ്പോൾ നമ്മുടെ കന്നി ഓട്ടത്തിന് നമ്മൾ തയ്യാറെടുക്കുകയാണ്. ഓരോട് ചാടിച്ച് മറുകരെ കൊണ്ടുപോയി തുടങ്ങിയപ്പോഴാണ് ഓണാക്കിയില്ല എന്നുള്ള കാര്യം ഓർത്തു. പിന്നെ നിർത്തി ഓണാക്കി പിന്നെയും തുഴഞ്ഞ് 2 തുഴച്ചിൽ വണ്ടി നേരെ പറപ്പിച്ച് തുടങ്ങി. പറപ്പിച്ച് ആകെ 20 കിലോമീറ്റർ സ്പീഡാ പോകത്തുള്ളൂ. 20 കിലോമീറ്റർ സ്പീഡിൽ കുണ്ടും കുഴിയും നിറഞ്ഞ വഴി കൂടെ പറപ്പിച്ച്
വലത്തോട്ട് തിരിഞ്ഞ് പറപ്പിച്ചോണ്ടിരിക്കുന്നു. രണ്ട് സൈഡ് മൊത്തം വീടൊക്കെയാണ്. റോഡിൻ്റെ കണ്ടീഷൻ ഉണ്ടല്ലേ, മെയിൻ റോഡ് മാത്രമേ ഉള്ളൂ ഇവിടെ ജർമ്മനിയിൽ. അടിപൊളി റോഡ്, ബാക്കി റോഡെല്ലാം കണക്കാ. ഇടതും വലതും നോക്കി പറപ്പിച്ചോണ്ടിരിക്കുന്നു. മെയിൻ കാറ്റ് വരി കൂടെ ചാടി 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 വെട്ടം 6 വട്ടം വെച്ച് ഓരോ സ്ഥലം ഇട്ട് പിടിച്ച് അവിടെ നിർത്തി സ്ലോ ആക്കി. ആളും പോയി, 2 ആളും പോയി. വന്നിട്ട് നോക്കുമ്പോൾ ഗുഹ അടന്ന്, ഗുഹയ്ക്കകത്ത് കയറി ഗുഹ അടന്ന്. അപ്പോഴപ്പോൾ റോഡ് മുഴുവൻ തീർന്നു. പിന്നെ കല്ല് വഴിയെ കൂടെ നടന്നല്ല ഓടിച്ചാൽ വന്നപ്പോൾ നടന്നു വന്നക്കാളും പുല്ലേ ഉള്ളൂ. പോകുമ്പോൾ കരയ്ക്കൊരു പട്ടിയും, ഒരു പട്ടി പോകുന്നു, ഒരു വേറെ പെട്ടിയും പോകുന്നു. അതിൻ്റെ കരയ്ക്കൊരു ചാടി പോയിക്കൊണ്ടിരിക്കുന്നു. തണുപ്പായതുകൊണ്ട് എല്ലാവരും പറിച്ചിട്ടിട്ടുണ്ടാണ് പോകുന്നത്. എനിക്കും തണുപ്പായതുകൊണ്ട് മരത്തിനും വിലയൊന്നും ഇല്ല. ബസ് സ്റ്റോപ്പും കടന്ന് അതിലേക്ക് ഇരിക്കുന്നുണ്ടോ? സ്ലോ ചെയ്ത് ജംഗ്ഷൻ വരുമ്പോൾ സ്ലോ ചെയ്ത് ഇടത്തോട്ടും നോക്കി വലത്തോട്ടും നോക്കി. വണ്ടിയൊന്നും വരുന്നില്ല, ആർക്കും വരുത്തി നേരെ അടന്ന് പോയി സാധനം മേടിക്കാൻ പോകട്ടെ. പോകുന്നു സാധനം മേടിക്കാൻ വേണ്ടിയാ. ഇതടുത്ത ബസ് സ്റ്റോപ്പിൽ ബസ്സൊന്നും ഇല്ല. വല്ലപ്പോഴും ബസ് ഉണ്ടാവാന്ന്. ആറ് വന്നപ്പോൾ നമ്മൾ നേരെ പോകുന്നതുകൊണ്ട് നമുക്ക് നിർത്തി തരും. റൂൾസിൻ്റെ കാര്യത്തിലൊക്കെ ഇവിടെ അടിപൊളിയാട്ടോ, നാട്ടിലെ പോലെയല്ല. പിന്നെ അവിടെ നോക്കി റോഡ് പണി കുറഞ്ഞ് മഞ്ഞ സാധനവും ഈ ലൈറ്റൊക്കെ ഉണ്ടാ റോഡ് പണി തീരുമാനിച്ചോണം. അതൊക്കെ തിരിഞ്ഞ് പിടത്തിയെടുത്ത് വലത്തിയെടുത്ത് ഒരു സൈക്കിളിൽ ഓവർടേക്ക് ചെയ്യാന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ പറപ്പിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറേ പറപ്പിച്ചു വിട്ട് ഓവർടേക്ക് ചെയ്യാൻ നമ്മൾ ജയിച്ചത് കൈ കാണിച്ച് ഞാനിതിലേ പോവാ ചേട്ടാ പറഞ്ഞ് പോയി. ഞാൻ നേരെ പോയിട്ട് ലെഫ്റ്റ് അടിച്ച് ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട് ലെഫ്റ്റൊക്കെ അടിച്ച് നോക്കുമ്പോൾ അതാണ്ട് നേരത്തേക്ക് എടുക്കുക കൈ കാണിച്ച് പോയി സൈക്കിൾ ചേച്ചിത് നമ്മുടെ മുമ്പിൽ പിന്നെ അവരുടെ സംഭവം കൂടെ ഹലോ ചേച്ചി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പോയി. വഴിയൊക്കെ അറിയാം കേട്ടോ, വഴിയൊക്കെ അല്ലേ നമ്മൾ എപ്പോഴും നടന്നു പോയിട്ടുണ്ട്. വഴിയൊക്കെ പോകാൻ അറിയാം. അങ്ങനെ മെയിൻ റോട്ടിൽ വന്നു. മെയിൻ റോട്ടിൽ വന്നപ്പോൾ ഇവിടെ സ്ലോ ചെയ്ത് നമ്മൾ ആരും പോകുന്നു, ബസ്സൊക്കെ പോകുന്ന കണ്ട് സൈഡിൽ കൂടെ പോയിട്ട് നമുക്ക് പോകാനുള്ള സ്പെഷ്യൽ വഴി കേട്ടോ. നമ്മൾ ഏതാണല്ലോ സൈക്കിളിൻ്റെ വഴിയെ കൂടെ പോയി ചുങ്ങറക്കുന്നുണ്ടോ, ഈ വഴി വേണം നമുക്ക് പോകാൻ. സൈക്കിളിൻ്റെ വഴിക്ക് ട്രാം ട്രാക്ക് കേട്ടോ, പറയുകയാണ് എല്ലാം ട്രാമിൻ ട്രാക്ക്. അത് ചെരിഞ്ഞപ്പോൾ നമ്മൾ വീണ് നേരെ തന്നെ ഓടിക്കാനല്ലേ കൂടെ ട്രാം ട്രാക്കിൽ കൂടെ പോയി സൈക്കിളാനെ കേൾക്കുന്നുണ്ടോ. എല്ലാം നേരെ പോയി നമുക്ക് പോകാനുള്ള സ്പെഷ്യൽ റൂട്ടിൽ കൂടെ പോയി നമ്മുടെ ഡെസ്റ്റിനേഷനായ കൗഫ്ലാൻഡിൻ്റെ വായിക്ക് വന്നു. ഇവിടുത്തെ മെയിൻ സാധനം പഠിക്കുന്ന ഒരു ഷോപ്പിംഗ് സെൻ്ററാണ് കൗഫ്ലാൻഡ്. അപ്പോൾ ഞങ്ങളുടെ ലൈപ്സിഗിൽ ഏറ്റവും അടുത്തുള്ളത് ഇവിടെയാണ്. അപ്പോൾ അവിടോട്ട് ഇവിടെ കൊണ്ട് വന്നിട്ട് ഇന്നിപ്പോൾ റോഡ് ക്രോസ് കിടക്കണം. നമ്മൾ നടന്നു വണ്ടി ഉന്തി ട്രാക്കൊക്കെ നോക്കി വണ്ടി വരുന്നുണ്ട്. വല്ലവനും വന്ന് നമ്മളെന്ത് തട്ടി കയറ്റേ മുമ്പ് നമ്മൾ നോക്കി എഴുതിക്കൊണ്ട് പോയി അവിടെ കൊണ്ടുപോയി ലോക്ക് ചെയ്ത് വെക്കണം. ലോക്ക് ചെയ്ത് വെച്ചില്ലേ ആരും കാണാത്ത പോലും കാണുന്നില്ല. ഒരാൾ സൈക്കിളും വണ്ടിയും കാണത്തില്ല, ഒന്നും കാണത്തില്ല. കണ്ട ഫ്രണ്ടിൽ ഇലക്ട്രിക് സൈക്കിൾ ഇരിക്കുന്നുണ്ട. നമ്മൾ വണ്ടി കൊണ്ട് ഓഫാക്കി ആ സെക്യൂരിറ്റി പടച്ചറ്റാക്കി കൂടാണ്. കാരണം കൈയെല്ലാം തണുത്ത് മരവിച്ച് പോകില്ലല്ലേ, നല്ല ഊരി. പിന്നെ അവിടുന്ന് ലോക്കൊക്കെ പൂട്ടി സാധനമൊക്കെ എടുത്തിട്ട് വന്നിട്ട് പിന്നെയും തള്ളാൻ തുടങ്ങി.
കാരണം ഈ സൈഡിൽ വഴി വന്ന് പോകാൻ ഞാൻ ആദ്യമായിട്ട് പോകാൻ എനിക്ക് വഴി അത്ര ഇതില്ലായിരുന്നതുകൊണ്ട് നടന്നു പോകുമ്പോൾ വഴിയല്ലല്ലോ വണ്ടിയും കൊണ്ട് പോകുമ്പോൾ വഴി എന്നെ അവിടുന്ന് വട്ടം തള്ളി ഈ പോകുമ്പോൾ റോം ഫെഡിക്കിനാണ് പോകുന്നത് അതുകൊണ്ട് തള്ളിക്കൊണ്ടാണ് പോകുന്നു തള്ളിക്കൊണ്ട് അടിച്ച് കയറ്റി തള്ളിക്കൊണ്ട് പോയി ഇത് ട്രാം പോകുന്നു വണ്ടിയും കൊണ്ട് പിള്ളേരെ വണ്ടിയും കൊണ്ട് പോകുന്നു എന്നോടതെ ട്രാഫിക് സിഗ്നലായി അവിടെ നോക്കിയിരിക്കുക ആരൊക്കെ പോന്നു ആരൊക്കെ പറന്ന് വന്നു പോന്നു അവിടെ നിന്ന് നമ്മൾ സിഗ്നൽ വീണു പിന്നെയും തള്ളി 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 തള്ളിക്കൊണ്ട് പോയി നമ്മളോടത്തെ ഇപ്പം തന്നെ നമ്മൾ പഴപ്പീരൂടാം ഇവിടെ പഴപ്പീരൂടെ ഒരു ഗാർഡൻ്റെ അകത്തോട്ട് കയറി പാർക്ക് എന്നിട്ട് കയറി പടപ്പിച്ച് വേറെ ഏതൊക്കെയോ വഴി കൂടെ വന്നാൽ വഴിയെല്ലാം തിരിച്ചു പോകും വേറെ ഏതൊക്കെയോ വഴി കൂടെ പോയി കണ്ണിക്കണ്ട വഴിയെല്ലാം പോയി എല്ലാ റെസിഡൻഷ്യൽ ഏരിയൻ്റെ അകത്തോടെ കയറി ഇറങ്ങി 30 മൈൽ സ്പീഡിൽ വണ്ടി ഓടിക്കാം നമ്മുടെ വണ്ടിക്ക് 20 ഉള്ളൂ നമുക്ക് നമുക്കത് നോക്കേണ്ട ആവശ്യമില്ല കാറിൽ കുറേ വെച്ച് പിടിച്ച് അപ്പത്തിന് വേറെ ഒരു പോയി മാക്സിമം സ്പീഡ് 20 തന്നെ നമ്മൾ ഉറപ്പിക്കുന്നു ഇതിന് പിന്നെ 3 മോഡുണ്ട് കേട്ടോ നടന്നു പോകാനുള്ള മോഡ് 80 കിലോമീറ്റർ സ്പീഡിൽ പോകും പിന്നെ നോർമൽ മോഡ് 15 കിലോമീറ്റർ സ്പീഡ് പിന്നെ സ്പോർട്സ് മോഡിൽ നമ്മൾ കൂടുതൽ ഓടിക്കാറില്ല 20 കിലോമീറ്റർ സ്പീഡ് 60 കിലോമീറ്ററാണ് വണ്ടിയുടെ റേഞ്ച് ഉള്ളത് 60 കിലോമീറ്റർ വരെ പെട്ടെന്ന് ചടിച്ചിപ്പോയി വരാം നെറ്റ് വന്ന പോലെ തന്നെ വറപ്പിച്ച് ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട് നേരെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇത് വീട്ടിലകത്തോട് കയറ്റണമല്ലോ അവിടെ പൊക്കി എടുത്ത് താഴെ വെച്ച് വീട്ടിൽ ആളുള്ളത് കൊണ്ട് ഒരു ഓർമ്മയില്ല അവിടെ എനിക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വീട്ടിലുള്ള ആൾക്കാർ ഒരു ഓർമ്മ വരും ഞാനോട്ട് നോക്കി ഡോർ തുറക്കുമ്പോൾ ക്ലിന്ന സൗണ്ട് ചെയ്യും സൗണ്ടും കേട്ടിട്ട് അപ്പോൾ തന്നെ വേറെ ചേട്ടൻ നമ്മൾ ഓർമ്മ ചേട്ടൻ താക്കോട്ടെടുക്കാൻ പോയപ്പോഴത്തേനും കിട്ടും ഡോർ ഓർമ്മ പിന്നെ പുള്ളിയോട് അന്നേക്കെ പറഞ്ഞ് നമ്മൾ ആ തോട്ട് കയറി അടുത്ത ഡോറും തുറന്ന് ഓടിപ്പോയി ലിഫ്റ്റ് ഞെക്കി ലിഫ്റ്റ് തുറന്ന് ലിഫ്റ്റിൻ്റെ സാധനം കയറി വണ്ടി കയറി 3ാം നില നമ്മളുണ്ട് 3ാം നില 3rd ഫ്ലോർ അങ്ങനെ ഡ്രസ് ഇറക്കി അങ്ങനെ വീട്ടിലെത്തി ഇതാണ് വണ്ടി വീട്ടിൽ കയറുന്ന ടാസ്ക് ഇപ്പോൾ സൈക്കിളാണല്ലോ എന്നതാണല്ലോ ഇവിടെ ഇങ്ങനെ ചെയ്യുന്നത് രാത്രി നൈറ്റ് ഡ്രൈവിന് -3 ടെമ്പറേച്ചർ ഇപ്പോൾ കയ്യിലും പടച്ചിട്ടയിലും മൂക്ക് കണ്ണ് ഒഴിച്ച് ബാക്കി എല്ലാം അടച്ചു മൂടി രാത്രി ഓട്ടത്തിന് പോയി ഗ്ലൗസ് വിട്ട് 2 ലെയർ ഗ്ലൗസ് വിട്ട് ദരാക്ലാവേം വെച്ച് അതിൻ്റെ മുകളിൽ ഒരകത്ത് തുണി വിട്ട് ഫുൾ ലെയർ പോകുന്നു അതേപോലെ സൈക്കിളാർമാർ ലീഫ്രാൻ നമ്മുടെ നാട്ടിൽ സ്വിഗ്ഗീസ് മാറ്റമൊക്കെ പോലത്തെ ഡെലിവറി വണ്ടിയോ നമ്മൾക്ക് പിന്നെ കയ്യിൽ സാധനമൊക്കെ വെച്ചമാർ തണുപ്പിനകത്തേ പോകും നമുക്ക് സാധനമൊന്നുമില്ല അതിൻ്റെ ആവശ്യം നമ്മൾ എപ്പോഴും പോകുന്നില്ലല്ലോ 30 ഏരിയ 30 സ്പീഡിൽ വണ്ടി പോകുന്ന ഐഡിയ നേരെ രാത്രിയാകുമ്പോൾ നമ്മുടെ വണ്ടിയിൽ ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ ലൈറ്റൊക്കെ ഉണ്ട് നമ്മുടെ വണ്ടിക്ക് അങ്ങനെ ട്രാഫിക് സിഗ്നലിൽ വന്നു ഇതിൻ്റെ റെഡാണ് അവിടെ കൊണ്ടുപോയി നിർത്തി സൈക്കിൾ സ്പെഷ്യൽ ലൈനൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ വന്ന റെഡ് ലൈറ്റ് നോക്കിയിരുന്നു മഞ്ഞ പച്ച കത്തി പിന്നെ പറപ്പിക്കണേ സൈക്കിൾ ലൈനേക്കൂടെ തന്നെ പോകുന്നു കേട്ടോ രാത്രി പഹന്മാരുടെ സൈക്കിൾ ലൈനെ കൊണ്ട് കാർ പാർക്ക് അതുകൊണ്ട് പിന്നെ അവിടുന്ന് സൈക്കിൾ ലൈനുമായിട്ട് റോഡിന് അടുക്കൂട്ട് തന്നെ അടിക്കേറി റോഡിനാട് കൂടെ മന്ദം തടി പോവുക ട്രാക്ക് കൊണ്ട് കൗണ്ടാകുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ അവൻ എപ്പോൾ തന്നെ പോയി വെച്ചാൽ ട്രാക്കിൽ കയറി അവൻ വണ്ടി മറിയും
ചെറിയ ടയറല്ലേ, കൂട്ടി ടയറല്ല വണ്ടി. സ്ട്രീറ്റ് ലൈറ്റ് അത്യാവശ്യം ഉള്ളതുകൊണ്ട് പിന്നെ നമ്മുടെ ലൈറ്റിൻ്റെ ആവശ്യമില്ല. ഏറ്റവും മറ്റുള്ളത്ത മാത്രം നമ്മുടെ ലൈറ്റിൻ്റെ ആവശ്യമുള്ളൂ. ലൈറ്റൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് കത്തും കേട്ടോ. ഉണ്ടല്ലേ, കണ്ണൊഴിച്ച് ബാക്കിയെല്ലാം അടച്ചു കൂടെ പോകുന്നത്. അപ്പോൾ തന്നെ ഫ്രണ്ടിൽ ബസ് വന്നു. ബസ് ചാടും വട്ടം ചാടും എന്നുള്ള മേടിച്ച വണ്ടി സ്ലോ ആക്കി. എന്നെ ബസ്സിനെ മൈൻഡാക്കിയില്ല, നമ്മൾ പറപ്പിലൂടെ. ഫ്രണ്ടിൽ എന്തോ വിഷയം ഉണ്ടായിരുന്നു. അത് പോലീസുകാരെ കിടപ്പുണ്ട്. അതുകൊണ്ട് നമ്മൾ പതിയെ ഓണം അടുക്കോട്ടെ തന്നെ കയറ്റി. റോഡ് ബ്ലോക്കാണല്ലോ, പിന്നെ അടുക്കോട്ടല്ലേ പോകാൻ കഴിയുള്ളൂ. കുറേ ബസ് തന്നെ, ബസ്സിനെ എനിക്ക് ഓവർടേക്ക് ചെയ്താൽ നമ്മൾ പോകുന്നത്. നീരോട്ടം കാണുക പോലീസ് വണ്ടിയെ പോലീസായി. നമ്മുടെ മുമ്പേ കൂടെ പറപ്പിച്ച് വന്ന് ഒരല്ല 20 മൈൽ സ്പീഡിൽ 20 കിലോമീറ്റർ/അവർ അവിടെ വണ്ടിക്ക് സ്പീഡുള്ളൂ. എപ്പോഴും പറയുന്നുണ്ട് മട്ടൻ ചാടി അവിടുത്തെ എഴുത്തിയാട്ടോ. ഫ്രണ്ടിൽ ട്രാമൊക്കെ പോകാണ്ട് നമ്മൾക്ക് റെഡ് സിഗ്നല അവിടെ കൊണ്ട് ആ ബ്രേക്ക് ഇട്ട് പിടിച്ച് നിർത്തി സിഗ്നൽ നോക്കി നിന്ന് നമ്മൾ എത്തി പറപ്പിലൂടെ. നമ്മളെ മുമ്പാണ് വേറെ ആരും പോകുന്നു. നമുക്ക് എന്തെങ്കിലുമൊക്കെ കാറൊക്കെ പഠിക്കാൻ പറ്റുമായിരിക്കും അല്ലേ? നമ്മുടെ മിക്കതും സൈക്കിൾ ട്രാക്ക് ഉള്ളതുകൊണ്ട് നമുക്ക് വിഷയമില്ല. പിന്നെ എല്ലാ കൃത്യമായിട്ട് യൂസ് ഉണ്ട്. 30 സോണാണ് ഇവിടെ കൂടുതൽ. സിറ്റിക്കകത്ത് മൊത്തം 50 km/h പോകുന്നത്. പക്ഷേ കൂടുതൽ ഇവിടെ റെസിഡൻഷ്യൽ ഏരിയ ആണ് 30 സോണാണ്. 30 സോണിൽ കൂടെ സൈക്കിൾ പാത്തിൽ കൂടെ നമ്മൾ വഴി കൂടെ ആൾക്കാരെ കടന്നു പോകുന്നുണ്ട്. ഇവിടെ പിന്നെ ഈ രാത്രി ഗ്യാപ്പ് പോയ ആൾക്കാരുമില്ലേ. അതേ ബസ് നമ്മൾ നേരത്തെ ഓവർടേക്ക് ചെയ്ത ബസ് നമ്മൾ ഓവർടേക്ക് കയറിപ്പോകും. അത്യാവശ്യം പവറുള്ള വണ്ടി കേട്ടോ. കയറ്റമൊക്കെയാണ് നല്ല സ്പീഡൊക്കെ കയറിപ്പോൾ നല്ലൊരു അത്യാവശ്യം കയറ്റം ചെയ്ത്. നമ്മുടെ വണ്ടിക്ക് അത്യാവശ്യം പവറൊക്കെ ഉണ്ട്. മറുപടി പോയി. അങ്ങനെ മെയിൻ റോഡിൽ വെട്ടമില്ലാത്ത റോഡിലോട്ട് കയറി. നമ്മുടെ വണ്ടിയുടെ ലൈറ്റും ടെസ്റ്റ് ചെയ്യണമല്ലോ. ഒരു കാട്ട് വഴി കയറി. ഇവിടെ മഞ്ഞ് നടക്കും കേട്ടോ. അതുകൊണ്ടാണ് പതിയെ മന്ദം പോകുന്നത്. വീട്ടിലാകെ മഞ്ഞ അല്ലേ, ഹരിമഞ്ഞ് കിടക്കുന്നുണ്ടോ. റോഡിൽ മാത്രം മണ്ടി പോയി മഞ്ഞ് വാറിട്ടുണ്ട്. അതിലൊക്കെ മഞ്ഞ. ഇവിടുത്തെ സ്വിമ്മിംഗ് പൂൾ ഞാൻ തൽക്കൊള്ളാം. നിന്നാ പോകാം നമുക്ക്. എന്നെ ആൾ കുഴപ്പമുള്ളൂ. എന്നാണെന്ന് കാടിനകത്തോട്ട് പിറ്റേം കയറി. ഫുള്ളി ഇരുട്ടാണ്, വണ്ടിയുടെ വട്ടം മാത്രം. അങ്ങനെ വലിയ അവിടെ വന്നു. ഇപ്പോൾ കണ്ടില്ലേ റോഡെല്ലാം പണിയെടുക്കുന്ന നടത്താണ് ഈ മഞ്ഞ സാധനവും ചുമന്ന സാധനമൊക്കെ വെക്കുന്നത്. ട്രാം ട്രാക്കി കൂടെ ഒറ്റ ഇല്ല. ഓടിക്കോ ചാടി കുടിക്കോ ഇല്ല. ട്രാം വന്നിടിക്കുവേ. അവിടെ നമ്മൾ മഞ്ഞത്തൂടെ കേട്ടോ. നമ്മൾ പതിയെ ശ്രദ്ധിച്ചാൽ ഓടിക്കുന്നു. ട്രാം അങ്ങോട്ട് പോകും, നമ്മൾ ഇങ്ങോട്ട് പോകും. അങ്ങനെ ഇത് ഫാം സ്റ്റോപ്പാ. എൻ്റെ പുറകെ കൂടെ അറപ്പിച്ച് അല്ല പോന്നു. മഞ്ഞുള്ളതുകൊണ്ട് സ്ലിപ്പാ. അതുകൊണ്ട് പിന്നെ പയ്യെ ശ്രദ്ധിച്ചാ പോകുന്നു. നല്ല തണുപ്പോട്ടെ. ഒടുവും തണുപ്പ്. കൈയും കാലൊക്കെ വരച്ചാ പോകുന്നത്. ഈ വർഷത്തിന് നല്ല എക്സ്ട്രീം വിൻ്ററാണ് എടുത്തത്. -3 ഫീൽ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലപോലെ തണുപ്പ് ഫീൽ ചെയ്യും. ഇപ്പോൾ കാറ്റും കൂടെ അടിക്കുമ്പോൾ കൂടുതൽ തണുപ്പ് ഫീൽ ചെയ്യും. എവിടെ നോക്കിയാലും റോഡ് പണി മാത്രമേ ഉള്ളൂ ഇവിടെ. മഴയ്ക്ക് എത്ര വേണമെന്നാലും തീരാൻ പറ്റത്തില്ലാത്ത രീതിക്ക് പണിയില്ല. അങ്ങനെ വണ്ടി തിരിച്ചു വിടുക. വീട്ടിൽ പോകണമല്ലോ. അങ്ങനെ ഒന്നാവില്ല വേറെ വഴിയൊക്കെ അത്യാവശ്യം അറിയാം. ഇപ്പോൾ വണ്ടിയെ പോയി ബസ്സിൽ പോയി നമുക്ക് വഴി അറിയാം. അങ്ങനെ പറപ്പിച്ച് സബ്സ്ക്രൈബ് തന്നെ വേണം കൂടെ. നമ്മൾ ആളെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും. കറങ്ങി തിരിഞ്ഞ് നമ്മൾ തിരിച്ച് വീടെത്താറായി.